പാതിവില തട്ടിപ്പിലെ പ്രതി ആനന്ദകൃഷ്ണനിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. ആരോപണം കേട്ടതു മുതൽ തന്റെയും സ്റ്റാഫിന്റെയും അക്കൗണ്ടുകൾ പരിശോധിച്ചു. വ്യക്തിപരമായ ആവശ്യത്തിന് ₹1 പോലും വാങ്ങിയിട്ടില്ല എന്ന് ബോധ്യമായി. സാമ്പത്തികമായി പിന്നോക്കമുള്ള വീട്ടമ്മയ്ക്ക് വീട് വെക്കാനായി സഹായം നൽകണമെന്നാവശ്യപ്പെട്ടിരുന്നു. ഇതിനായി അയാൾ 7 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട്. 2 പരിപാടികളിൽ മാത്രമാണ് ഇതുവരെ പങ്കെടുത്തിട്ടുള്ളത്. തനിക്കെതിരായ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഒരു പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കാൻ, വീട് നിർമ്മിച്ച് നൽകാൻ, അതിനാവശ്യമായിട്ടുള്ള സഹായം നൽകണം എന്ന് ഈ വ്യക്തിയോട് ആവശ്യപ്പെട്ടതല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാനിത് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയറാണ്. അപ്പോൾ ഞാനോ എൻ്റെ സ്റ്റാഫോ ഏതെങ്കിലും തരത്തിൽ ഈ പറയപ്പെടുന്ന വ്യക്തിയുമായി മറ്റ് തരത്തിലുള്ള ഒരു ഇടപാട് നടത്തിയിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടിയോ ഇനി അതല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫിലുള്ള ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി, ഞാൻ പറഞ്ഞല്ലോ, ഒരു പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കാൻ, അക്കാര്യത്തിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഒരു കുടുംബത്തെ സഹായിക്കും, പ്രത്യേകിച്ച് ഇപ്പോൾ അദ്ദേഹം ഒരു NGO കോൺഫെഡറേഷൻ്റെ ഒക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ 2 പരിപാടിയിൽ പങ്കെടുത്തിട്ടുമുണ്ട്. ഇതൊന്നും മറച്ചു വയ്ക്കാൻ പറ്റുന്ന കാര്യമല്ലോ. അപ്പോൾ ഈ ഒരു NGO കോൺഫെഡറേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണക്കാരെ സഹായിക്കുന്ന പരിപാടികളെന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കാനുള്ള വീടിനാവശ്യമായിട്ടുള്ള തുക നൽകാൻ വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥന ഞാൻ നടത്തിയിട്ടുണ്ട്. അത് അയാൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അക്കൗണ്ടിലൂടെയും അല്ലാതെയുമായിട്ട് ഞാൻ തുകയും പറയാം, 7 ലക്ഷം രൂപയും കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് മനസ്സിലാക്കി. ഞാൻ ആവശ്യപ്പെട്ടത് അതനുസരിച്ച് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് സംബന്ധിച്ച് എനിക്ക് യാതൊരു സങ്കോചവുമില്ല, ഞാനത് പറയുന്നു. അതല്ലാതെ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ പേര് ഇതിനകത്തേക്ക് വലിച്ചിഴയ്ക്കുന്ന ആ ഒരു രീതി, അതൊന്നും ഒരിക്കലും ഒരു ശരിയായ ഒരു കാര്യമാണ്.